Assalamu alaikum. Hello dear students. So we are learning our fourth chapter in chemistry about periodic table, and in the last class we have discussed about different discoveries behind the periodic table, and today we are going to learn about the classification using table. Okay, so it was a Russian scientist, Dmitry Ivanovich Mendeleev. What is his name? Dmitry Ivanovich Mendeleev, who created a table for the first time for the classification of elements. അപ്പം എലമെൻസിൻ്റെ ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് ഒരുപാട് പേര് so many person behind this classification അല്ലേ. ന്യൂലാൻഡ് ദെൻ അങ്ങനെ ഒരുപാട് സയൻറ്റിസ്റ്റുകളുടെ പേര് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. സോ മെൻഡലീവ് പുതിയൊരു രീതി കൊണ്ടുവന്നു, എലമെൻസിൻ്റെ ക്ലാസിഫിക്കേഷനായിട്ട് പുതിയൊരു രീതി കൊണ്ടുവന്നു. ആൻഡ് ലേറ്റർ മെൻഡലീവ് came to be known as the father of periodic table. അപ്പോൾ മെൻഡലീവിനെയാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? മെൻഡലീവ് ഇസ് ദ ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്നറിയപ്പെടുന്ന ആരാണ്? മെൻഡലീവ് ആണ് അല്ലേ, ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ. സോ മെൻഡലീവ് is known as the father of periodic table, and this periodic table, which becomes a milestone in the history of classification of elements, had 63 elements when it was created. അപ്പം 63 എലമെൻറ്റ്സ് ആയിരുന്നു അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മെൻഡലീവിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു വലിയൊരു ഡിസ്കവറി ആയിരുന്നു. അപ്പോൾ ഒരുപാട് ദർ ആർ സർട്ടൻ ലിമിറ്റേഷൻസ് ബിഹൈൻഡ് ദിസ് ഡിസ്കവറി. എന്നിരുന്നാലും ഇതൊരു മൈൽ സ്റ്റോൺ ആയിരുന്നു. ഹവർ ദിസ് ഇസ് എ മൈൽ സ്റ്റോൺ ഇൻ ദ ഹിസ്റ്ററി ഓഫ് കെമിസ്ട്രി ഓർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് പീരിയോഡിക് ടേബിൾ. Okay, and Mendeleev arranged these elements in the table is the increasing order of atomic masses. അപ്പോൾ അദ്ദേഹം ഈ എലമെൻസിനെ അറേഞ്ച് ചെയ്തിരുന്നത് എന്തിൻ്റെ ബേസിസിലായിരുന്നു? അറ്റോമിക് മാസസിൻ്റെ ബേസിസിലായിരുന്നു. സോ Mendeleev classify his periodic table based on the atomic masses. അറ്റോമിക് മാസസിൻ്റെ ബേസിസിലായിരുന്നു എന്ത് ചെയ്തിരുന്നത്? എലമെൻസിനെ അറേഞ്ച് ചെയ്തിരുന്നത്. When arranged, so he found that the chemical physical properties of elements repeat at regular intervals. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ എലമെൻസിനെയൊക്കെ അറേഞ്ച് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. എന്തായിരുന്നു? ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇങ്ങനെ ഒരു റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതായത് ഒരു എലമെൻറ്റിൻ്റെ ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് ഈ ക്ലാസിഫിക്കേഷനിലൂടെ മനസ്സിലായി. Based on this, Mendeleev proposed the periodic law of elements. അപ്പോൾ അദ്ദേഹം എന്ത് രൂപീകരിച്ചു? എന്ത് ഫോം ചെയ്തു? പീരിയോഡിക് law of elements. So he created the periodic law of elements. എലമെൻസുമായിട്ട് ബന്ധപ്പെട്ട് പീരിയോഡിക് ലോ അദ്ദേഹം ഫോം ചെയ്തു. So what is the Mendeleev's periodic law? The physical and chemical properties of elements are periodic functions on their atomic masses. Okay, അതായത് ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടി, എലമെൻസിൻ്റെ ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ ആ ഒരു അറ്റോമിക് മാസസിൻ്റെ ബേസിസിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് അല്ലെങ്കിൽ ആ ഒരു ക്ലാസിഫിക്കേഷൻ അദ്ദേഹം എന്ത് ചെയ്തിരുന്നത്? ഫോം ചെയ്തിരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യുന്നു? റെഗുലർ ഇൻ്റർവെല്ലിൽ അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഓക്കെ, സോ അഡ്വാൻറ്റേജസ് ഓഫ് മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ. അപ്പം അത് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. മെൻഡലീവ്സിൻ്റെ പീരിയോഡിക് ടേബിളിന് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്, ആൻഡ് ഓൾസോ ഇറ്റ് ഹാസ് ലിമിറ്റേഷൻസ് ഓൾസോ. അഡ്വാൻറ്റേജസും ഉണ്ട്, ലിമിറ്റേഷൻസും ഉണ്ട്. ഇപ്പം എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് എന്നുള്ളതാണ്. എലമെൻറ്റ്സ് വെയർ ക്ലാസിഫൈഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ എലമെൻറ്റ്സ് ഓഫ് സിമിലർ പ്രോപ്പർട്ടീസ് പ്ലേസ്ഡ് ഇൻ ദ സെയിം ഗ്രൂപ്പ്. അതായത് സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള എലമെൻറ്റ്സിനെ എന്ത് ചെയ്തു? അദ്ദേഹം ഒരേ രീതിയിൽ തന്നെ അദ്ദേഹം ക്ലാസിഫൈ ചെയ്തു, അല്ലെങ്കിൽ ഒരു സെയിം ഗ്രൂപ്പിൽ തന്നെ അദ്ദേഹം ക്ലാസിഫൈ ചെയ്തു. മനസ്സിലായോ? ഒരു സെയിം ഗ്രൂപ്പിൽ തന്നെ ഒരു പീരിയോഡിക് ടേബിൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ എ പീരിയോഡിക് ടേബിൾ ദർ ഈസ് ഗ്രൂപ്പ് ആൻഡ് പീരീഡ്സ്. ഗ്രൂപ്പും പീരീഡ്സും ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ഇപ്പം നമ്മൾ പറയുന്നത് നൗ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ അഡ്വാൻറ്റേജസ് ഓഫ് മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ. മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ പറയുന്നത്. ആൻഡ് ലേണിംഗ് കെമിസ്ട്രി വാസ് ദസ് മെയ്ഡ് ഈസിയർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള എലമെൻസിനെ ഒരേ ഗ്രൂപ്പിൽ അറേഞ്ച് ചെയ്തത് കാരണം നമുക്ക് കെമിസ്ട്രി പഠിക്കാൻ അതൊരു ഈസിയർ ആയിട്ടുള്ളൊരു വേ ആയിട്ട് മാറി. സം എലമെൻറ്റ്സ് ഡിഡ് നോട്ട് ഫോളോ ദ കറക്റ്റ് അസെൻഡിങ് ഓർഡർ ഓഫ് ദ അറ്റോമിക് മാസസ്. ചില എലമെൻറ്റ്സ് കറക്റ്റ് ആ ഒരു അസെൻഡിങ് ഓർഡർ
കീപ്പ് ചെയ്തിരുന്നില്ല. അതിന് അദ്ദേഹം എന്ത് ചെയ്തു? ഹി പോയിന്റഡ് ഔട്ട് ദാറ്റ് ദിസ് കുഡ് ബി ഡ്യൂ ടു ദ റോങ് ഡിറ്റർമിനേഷൻ ഓഫ് അറ്റോമിക് മാസസ്. ഇതിൻ്റെ ആ ഒരു എന്താണ് അതിൻ്റെ അങ്ങനെ നമ്മൾ പറഞ്ഞു എല്ലാ എലമെൻസും ഒരേപോലെയാണ് ക്ലാസിഫൈ ചെയ്ത് അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡർ എല്ലാ എലമെൻസിനും കീപ്പ് ചെയ്യാൻ പറ്റില്ല. എന്തെന്ന് വെച്ചാൽ ഈ എലമെൻസിൻ്റെ അറ്റോമിക് മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ വന്ന കുറേ മിസ്റ്റേക്സുകളാണ് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയാതിരുന്നത്. ആൻഡ് ലേറ്റർ ദിസ് ലെഡ് ടു ദ കറക്ഷൻ ഓഫ് റോങ്ലി ഡിറ്റർമിൻഡ് അറ്റോമിക്. പിന്നീട് അത് കറക്റ്റ് ചെയ്തു. ആ അറ്റോമിക് മാസസ് എന്ത് ചെയ്തു? പിന്നീട് കറക്റ്റ് ചെയ്യപ്പെട്ടു. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. Then columns were left vacant for the elements which were not known at that time and their properties were also predicted. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം ഇനി കണ്ടുപിടിക്കാനുള്ള കുറേ എലമെൻറ്റ്സ് ഉണ്ടല്ലോ, ആ എലമെൻറ്റ്സിനൊക്കെ വേണ്ടിയിട്ട് കുറേ കോളംസ് അദ്ദേഹം ഇട്ടു. എന്നിട്ട് ആ എലമെൻറ്റ്സിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെ ആയിരിക്കാം എന്ന് അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്തു. അപ്പോൾ എലമെൻറ്റ്സ് അന്ന് വരെ കുറേ എലമെൻറ്റ്സ് കണ്ടെത്തിയിരുന്നില്ല. അപ്പോൾ ആ എലമെൻറ്റ്സിന് വേണ്ടിയിട്ട് കുറേ കോളംസ് ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ ഇട്ടിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അതിൻ്റെ എലമെൻറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസ് അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്തു. സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് മെൻഡലീവ്സ് ക്ലാസിഫിക്കേഷൻ. മെൻഡലീവ്സ് പീരിയോഡിക് ടേബിളിൻ്റെ ആ ഒരു അഡ്വാൻറ്റേജസ് ആയിരുന്നു. ദെൻ ലിമിറ്റേഷൻസ് ഓഫ് മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ. കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. 3 അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു. സെയിം ഗ്രൂപ്പിൽ ഒരേ പ്രോപ്പർട്ടീസ് ഉള്ളതിനെ സെയിം ഗ്രൂപ്പിൽ അറേഞ്ച് ചെയ്തു. എന്തായിരുന്നു? പിന്നീട് അസെൻഡിങ് ഓർഡർ ഫോളോ ചെയ്യാൻ പറ്റാത്തത് പിന്നീട് എന്ത് ചെയ്തു? അത് കറക്റ്റായിട്ട് അദ്ദേഹം ചെയ്തു. ദെൻ കോളംസ് വെയർ ലെഫ്റ്റ് വേക്കൻറ്റ്. ഓക്കെ, കോളംസ് എന്ത് ചെയ്തു? വേക്കൻ്റ് ആയിട്ടിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? പുതിയ എലമെൻറ്റ്സ് എന്തെങ്കിലും കണ്ടുപിടിക്കാനുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കോളംസ് അവിടെ വേക്കൻറ്റ് ചെയ്തു. ആൻഡ് ഓൾസോ ഹി പ്രെഡിക്റ്റ് ദ ക്യാരക്ടേഴ്സ് ഓഫ് ദാറ്റ് എലമെൻറ്റ്. എന്നിട്ട് എന്ത് ചെയ്തു? ആ എലമെൻറ്റ്സിൻ്റെ ക്യാരക്ടേഴ്സ് അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. ഓക്കെ, ദെൻ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ. മെൻഡലീവ്സിൻ്റെ പീരിയോഡിക് ടേബിളിന് കുറേ ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് ആ ഡിസ്അഡ്വാൻറ്റേജസ് എന്നുള്ളതാണ്. എലമെൻറ്റ്സ് വിത്ത് എ ലാർജ് ഡിഫറൻസ് ഇൻ പ്രോപ്പർട്ടീസ് വെയർ ഇൻക്ലൂഡ് ഇൻ ദ സെയിം ഗ്രൂപ്പ്. അപ്പം നമ്മൾ പറഞ്ഞു ആദ്യം എലമെൻറ്റ്സിനെ ഒരേ ക്യാരക്ടേഴ്സ് ഉള്ള എലമെൻറ്റ്സിനെ ഒരേ ഗ്രൂപ്പിലാണ് ഇൻക്ലൂഡ് ചെയ്തതെന്ന് പറഞ്ഞു. ആൻഡ് എലമെൻറ്റ്സ് വിത്ത് എ ലാർജ് ഡിഫറൻസ് ഇൻ പ്രോപ്പർട്ടീസ് വെയർ ഇൻക്ലൂഡ് ഇൻ ദ സെയിം ഗ്രൂപ്പ്. അതായത് ചില എലമെൻറ്റ്സിൻ്റെ അല്ലെങ്കിൽ എലമെൻറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസിൽ വ്യത്യാസമുള്ള എലമെൻറ്റ്സിനെ എന്ത് ചെയ്തു? ഒരേ ഗ്രൂപ്പിൽ തന്നെ അദ്ദേഹം അറേഞ്ച് ചെയ്തു. ദാറ്റ് ഈസ് എൻ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ദ മെൻഡലീവ് പീരിയോഡിക് ടേബിൾ. That is hard metals like copper ഒക്കെ ഹാർഡ് മെറ്റൽസ് ആണ്. ആൻഡ് സിൽവർ വെയർ ഇൻക്ലൂഡഡ് അലോങ് വിത്ത് ദ മെറ്റൽസ് ലൈക്ക് സോഡിയം ആൻഡ് പൊട്ടാസ്യം. അപ്പോൾ ഹാർഡ് മെറ്റൽസ് ഒക്കെ എന്ത് ചെയ്തു? സോഫ്റ്റ് മെറ്റൽസിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം ഉൾപ്പെടുത്തി. അതായത് ഹാർഡ് മെറ്റൽസ് ലൈക്ക് കോപ്പർ ആൻഡ് സിൽവർ വെയർ ഇൻക്ലൂഡഡ് അലോങ് വിത്ത് ദ സോഫ്റ്റ് മെറ്റൽസ് ലൈക്ക് സോഡിയം ആൻഡ് പൊട്ടാസ്യം. സോഡിയവും പൊട്ടാസ്യം ഒക്കെ എന്ത് മെറ്റൽസ് ആണ്? സോഫ്റ്റ് മെറ്റൽസ് ആണ്. അപ്പോൾ ഈ സോഫ്റ്റ് മെറ്റൽസിൻ്റെ കൂടെ അദ്ദേഹം എന്ത് ചെയ്തു? എന്താ ചെയ്തേ? ഹാർഡ് മെറ്റൽസിനെ ഇൻക്ലൂഡ് ചെയ്തു. സോ ദാറ്റ് ഈസ് എ റോങ് വേ അല്ലേ? അതൊരു റോങ് വേ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ ഒരു ദാറ്റ് ഈസ് ആൻ ഡിസ്അഡ്വാൻറ്റേജസ് ഫോർ ദ മെൻഡലീവ് പീരിയോഡിക് ലോ. ആൻഡ് ദ സെക്കൻഡ് വൺ, നോ പ്രോപ്പർ പൊസിഷൻ കുഡ് ബി ഗിവൺ ടു ദ എലമെൻറ്റ് ഹൈഡ്രജൻ. ഹൈഡ്രജന് പ്രത്യേകിച്ച് എന്ത് കൊടുത്തില്ല? പൊസിഷൻസ് ഒന്നും കൊടുത്തില്ല. ഹൈഡ്രജന് എന്ത് ചെയ്തില്ല? പൊസിഷൻസ് ഒന്നും കൊടുത്തില്ല. നമുക്കറിയാം ഹൈഡ്രജൻ എന്ന് പറയുന്ന വി നോ ദാറ്റ് ഹൈഡ്രജൻ ഈസ് നോൺ മെറ്റാലിക് അല്ലേ? മെറ്റൽ അല്ല, ഒരു നോൺ മെറ്റൽ ആണ്. ആൻഡ് നോൺ മെറ്റാലിക് ഹൈഡ്രജൻ വാസ് പ്ലേസ്ഡ് അലോങ് വിത്ത് ദ മെറ്റൽസ് ലൈക്ക് ലിഥിയം, സോഡിയം ആൻഡ് പൊട്ടാസ്യം. അപ്പം നോൺ മെറ്റൽ ആയിട്ടുള്ള ഹൈഡ്രജനെ മെറ്റൽസ് ആയിട്ടുള്ള ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്നീ മെറ്റൽസിൻ്റെ കൂടെ എന്ത് ചെയ്തു? അദ്ദേഹം ആഡ് ചെയ്തു. ആൻഡ് ദിസ് ഈസ് ഓൾസോ എ ഡിസ്അഡ്വാൻറ്റേജസ് ഫോർ ദ പീരിയോഡിക് ടേബിൾ ഓഫ് മെൻഡലീവ്. And the increasing order of atomic mass was not strictly followed throughout. ആ ഒരു ഇൻക്രീസിങ് ഓർഡർ എന്ത് ചെയ്തില്ല അദ്ദേഹം? നമ്മൾ പറഞ്ഞു ഇൻ ദ മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ the elements are arranged in the increasing order of their atomic masses. Atomic massന്റെ ബേസിസിലാണ് എന്ത് ചെയ്തതെന്ന് പറഞ്ഞു? പിന്നെ എലമെൻസിനെ അറേഞ്ച് ചെയ്തതെന്ന് പറഞ്ഞു. ബട്ട് ഹി didn't strictly follow this increasing order of atomic masses. ആ അറ്റോമിക് മാസസിൻ്റെ ആ ഒരു ഇൻക്രീസിങ് ഓർഡർ അദ്ദേഹം ത്രൂ ഔട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല? ഫോളോ ചെയ്യാൻ പറ്റിയില്ല. എക്സാമ്പിൾ കൊബാൾട്ട്, നിക്കൽ, ടെലൂറിയം ആൻഡ് അയഡിൻ. ഓക്കെ, അപ്പം അതിൻ്റെ എക്സാമ്പിൾസ് ആണ് കൊടുത്തേക്കുന്നത്. സോ എന്താണ്? Mendeleev's periodic table has certain limitations and also it has advantages. Advantages എന്തൊക്കെയായിരുന്നു? Elements were classified on the same properties and the same properties of elements were classified in the same group. ഒരേ പ്രോപ്പർട്ടീസ് ഉള്ള എലമെൻസിനെ ഒരേ ഗ്രൂപ്പിൽ അറേഞ്ച് ചെയ്തു. അതുപോലെ തന്നെ അതിൻ്റെ ഇൻക്രീസിങ് ഓർഡറൊക്കെ അദ്ദേഹം കറക്റ്റ് ചെയ്തു. പിന്നീട് കോളംസ് വെയർ ലെഫ്റ്റ് വേക്കൻറ്റ്. കോളംസ് ഒക്കെ വേക്കൻ്റ് ആയിട്ട് ഇട്ടിരുന്നു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? പുതിയ എലമെൻറ്റ്സ് കണ്ടുപിടിക്കാൻ ഉള്ള എലമെൻറ്റ്സ് ഉണ്ടല്ലോ, അത് ഇടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ എന്ത് ചെയ്തു? അതിൻ്റെ നേച്ചർ പ്രെഡിക്റ്റ് ചെയ്തു.
ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയായിരുന്നു? നോൺ മെറ്റൽ ആയിട്ടുള്ള ഹൈഡ്രജനെ മെറ്റൽസിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവന്നു. പിന്നെ സോഫ്റ്റ് മെറ്റലിനെയും ഹാർഡ് മെറ്റലിനെയും കൂടെ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്തു. പിന്നീട് എന്തായിരുന്നു? ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് വാസ് നോട്ട് സ്ട്രിക്ട്ലി ഫോളോഡ് ത്രൂ ഔട്ട്. ആ ഒരു ഇൻക്രീസിങ് ഓർഡർ എന്ത് ചെയ്യാൻ പറ്റിയില്ല, അദ്ദേഹത്തിന് ത്രൂ ഔട്ടായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമുക്കറിയാം പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് എന്താണ്? പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പ് ഉണ്ട്, പീരീഡ് ഉണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് യുവർ പീരിയോഡിക് ടേബിൾ. In page number 67 you can see the periodic table. Okay, so ഈ പീരിയോഡിക് ടേബിളിൽ നിങ്ങൾ കണ്ടല്ലോ ഹൈഡ്രജൻ്റെ പൊസിഷൻ എവിടെയാണെന്നുള്ളത്. അപ്പോൾ ഇതൊന്നും മെൻ്റലീവ് ചെയ്തിരുന്നില്ല, പിന്നീട് വന്ന സയൻറ്റിസ്റ്റുകളാണ് ഇത് മാറ്റിയത്. അപ്പം അക്കോർഡിംഗ് ടു ദിസ് പീരിയോഡിക് ടേബിൾ താഴോട്ടുള്ള ഇത് കണ്ടല്ലോ, അതാണ് അതിൻ്റെ താഴോട്ടുള്ള കോളംസ് ആണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത്, കോളംസ് ആണ് ഗ്രൂപ്പ്സ്. ഇങ്ങോട്ടുള്ള വേർട്ടിക്കലായിട്ടുള്ള ഇത് കണ്ടല്ലോ, അതാണ് അതിൻ്റെ പീരീഡ്സ് എന്ന് പറയുന്നത്. അപ്പം കോളംസും ഉണ്ട്, പീരീഡ്സും ഉണ്ട്. പീരിയോഡിക് ടേബിൾ ഹാസ് കോളംസ്. കോളംസിനെ പറയുന്ന പേരാണ് ഗ്രൂപ്പ്സ്, ആ റോസിനെ പറയുന്ന പേരെന്താണ്? പീരീഡ്സ്. ഇങ്ങോട്ട് കിടക്കുന്ന ആ വേർട്ടിക്കലി കിടക്കുന്നതാണ് പീരീഡ്സ് എന്ന് പറയുന്നത്. ഇതെന്താണ്? ഇത് ഗ്രൂപ്പ്സ് ആണ്. ഓക്കെ, സോ ദ വെർട്ടിക്കൽ കോളംസ് ഇൻ ദ പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളിലുള്ള വേർട്ടിക്കൽ കോളംസിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? വെർട്ടിക്കൽ കോളംസ് ആണ് പീരീഡ്സ് എന്ന് പറയുന്നത്. റോസിനെ നമ്മൾ പറയുന്നത് ഗ്രൂപ്പ്സ് എന്നാണ്. Okay, the vertical columns in the periodic table are known as groups, and the elements of the groups exhibit similarly chemical and physical properties. ഇപ്പോൾ ഗ്രൂപ്പിലുള്ള ആ ഒരു എലമെൻസിൻ്റെ ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പം ഏകദേശം ഈക്വൽ ആണ്. ദെൻ ദ ഹൊറിസോണ്ടൽ റോ വാസ് നോൺ ആസ് ദ പീരീഡ്സ്. ആ ഹൊറിസോണ്ടലി ഉള്ള റോസിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? പീരീഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, വെർട്ടിക്കൽ കോളംസ് ആണ് ഗ്രൂപ്പ്, ഹൊറിസോണ്ടൽ റോസ് ആണ് എന്തെന്ന് പറയുന്നത്? പീരീഡ്സ് എന്ന് പറയുന്നത്. And then modern periodic law. So who is the father of periodic table? Periodic table ന്റെ ഫാദർ ആരായിരുന്നു? ദിമിത്രി ഇവാനോവിച്ച് മെൻഡലീവ്. മെൻഡലീവ് ആണ് എന്തിൻ്റെ ഫാദർ എന്ന് പറയുന്നത്? പീരിയോഡിക് ടേബിളിൻ്റെ ഫാദർ. മോഡേൺ പീരിയോഡിക് ടേബിളിൻ്റെ ഫാദർ വേറെ ആളാണ്, ബട്ട് ദ ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ ഈസ് ദ മെൻഡലീവ്. ഓക്കെ, ആൻഡ് മോഡേൺ പീരിയോഡിക് ലോ. അപ്പോൾ മോഡേൺ പീരിയോഡിക് ലോ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇൻ 1869 when Mendeleev was framing the periodic table, there was no clear idea formed about the fundamental particles or the structure of atom. ഇപ്പോൾ എന്താണ് മെൻഡലീവ് ക്രിയേറ്റ് ചെയ്ത പീരിയോഡിക് ടേബിളിൻ്റെ ആ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ആറ്റം എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച്. ഹി ഡിഡ്ന്റ് ഇൻക്ലൂഡ് ദ കോൺസെപ്റ്റ് ഓഫ് ആറ്റം ഇൻ ഹിസ് പീരിയോഡിക് ടേബിൾ. ആ പീരിയോഡിക് ടേബിളിൽ ആറ്റം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അദ്ദേഹം ഉൾപ്പെടുത്തിയിരുന്നില്ല. ഓക്കെ, സോ മോസ്ലി ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ. ഹെൻറി മോസ്ലി എന്ന് പറയും. അപ്പോൾ മോസ്ലിയാണ് മോഡേൺ പീരിയോഡിക് ടേബിളിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത്. ഓക്കെ, സോ കമ്പയർഡ് ടു പിന്നെന്താണ് മെൻ്റലീവ് പീരിയോഡിക് ടേബിൾ ദർ ആർ സോ മെനി ഡിഫറൻസസ് ടു എന്താണ് ഈ മോസ്ലിയുടെ പീരിയോഡിക് ടേബിൾ. ഓക്കെ, മോസ്ലിയുടെയും പീരിയോഡിക് ടേബിളും പിന്നെ എന്താണ് മെൻ്റലീവിൻ്റെ പീരിയോഡിക് ടേബിളും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ആൻഡ് മോസ്ലി ത്രൂ ഹിസ് എക്സ്റേ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെൻറ്റ്സ് ഗീവ് സീരിയൽ നമ്പർ ടു ദ എലമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്റേ ഡിഫ്രാക്ഷൻ ആ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ അദ്ദേഹം എന്ത് ചെയ്തു? എലമെൻറ്റ്സിന് എന്ത് കൊടുത്തു? എലമെൻറ്റ്സിന് സീരിയൽ നമ്പേഴ്സ് കൊടുത്തു. ഹി ഗീവ് സീരിയൽ നമ്പേഴ്സ് ടു ദ എലമെൻറ്റ്സ് ത്രൂ ഹിസ് എക്സ്റേ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെൻറ്റ്സ്. ആൻഡ് ഇറ്റ് വാസ് കോൾഡ് ദ അറ്റോമിക് നമ്പർ. അപ്പോൾ ആ ഒരു സീരിയൽ നമ്പറിനെ നമ്മൾ പറയുന്ന പേരാണ് അറ്റോമിക് നമ്പർ. സോ വി നോ ദാറ്റ് വാട്ട് ഈസ് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? In first chapter we have learned that what is atomic number of proton is called its atomic number അല്ലേ. number of protons നെയാണ് നമ്മൾ atomic number എന്ന് പറയുന്നത്. and this concept formulated by who? ആരായിരുന്നു ഫോർമുലേറ്റ് ചെയ്തത്? മോസ്ലിയാണ്. അദ്ദേഹത്തിൻ്റെ എക്സ്റേ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെൻറ്റിലൂടെ അദ്ദേഹം സീരിയൽ നമ്പേഴ്സ് കൊണ്ടുവന്നു, എലമെൻസിന് സീരിയൽ നമ്പേഴ്സ് കൊണ്ടുവന്നു. അപ്പോൾ ആ സീരിയൽ നമ്പേഴ്സിനെ പറയുന്ന പേരാണ് അറ്റോമിക് നമ്പേഴ്സ്. ഓക്കെ, സോ നമുക്കറിയാം നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ഇലക്ട്രോൺസ് ആർ ഈക്വൽ അല്ലേ. സോ ദിസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആർ കോൾഡ് അറ്റോമിക് നമ്പേഴ്സ്. ആൻഡ് എന്തായിരുന്നു? ദ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദയർ അറ്റോമിക് നമ്പേഴ്സ്. അപ്പം മെൻ്റലീവിൻ്റെ പീരിയോഡിക് ടേബിൾ എന്തായിരുന്നു? അദ്ദേഹം അറ്റോമിക് മാസസിൻ്റെ ഹി ഫോർമുലേറ്റഡ് ദ പീരിയോഡിക് ലോ അക്കോർഡിംഗ് ടു ദ അറ്റോമിക് മാസസ്. അറ്റോമിക് മാസിൻ്റെ ബേസിസിലായിരുന്നു എന്ത് ചെയ്തത്? മെൻ്റലീവ് എലമെൻറ്റ്സിനെ ക്ലാസിഫൈ ചെയ്തത്. ബട്ട് through the X-ray diffraction experiment, Moseley proved that
the elements are arranged according to the increasing order of atomic numbers. Atomic numbers-ന്റെ ബേസിസിലാണ് എലമെൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് ആര് പറഞ്ഞു? മോസ്ലി പറഞ്ഞു. ആൻഡ് the chemical and physical properties of elements periodic functions of their atomic numbers. Atomic numbersന്റെ ബേസിസിലാണ് എന്ത് ചെയ്തത്? ഈ എലമെൻസിനെ ക്ലാസിഫൈ ചെയ്ത് എന്നുള്ളത് ആര് കൊണ്ടുവന്നു? ആര് ഫോർമുലേറ്റ് ചെയ്തു? ആരാ ഫോർമുലേറ്റ് ചെയ്തത്? മോസ്ലി ഫോർമുലേറ്റ് ചെയ്തു. ആൻഡ് ഹീ ഈസ് നോൺ ആസ് ദ father of modern periodic table. And analyze the modern periodic table and complete the following. In page number 68 certain questions are there. Total number of periods in a periodic table എത്രയാണ്? പീരിയോഡിക് ടേബിളിലെ പീരീഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു എന്തായിരുന്നു? ഈ റോസ് ആണല്ലേ, റോസ് ആണ്. ഈ റോസ് ആണെന്ന് പറയുന്നത് പീരീഡ്സ് എന്ന് പറയുന്നത് അത് 7 പീരീഡ്സ് ആണുള്ളത്. ഓക്കെ, സോ ദർ ആർ 7 പീരീഡ്സ്. നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കുക. ദർ ആർ 7 പീരീഡ്സ്. നോക്കുക വേർട്ടിക്കൽ ഹൊറിസോണ്ടൽ റോസ് എത്രയാണ് എന്നുള്ളത് 7 ആണ്. 7 എന്ന തന്നെയാണോ നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കുക. ഓക്കെ, 7 പീരീഡ്സും 18 ഗ്രൂപ്പ്സും. 18 ഗ്രൂപ്പ്സ് ആണോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. അപ്പോൾ 18 ഗ്രൂപ്പ്സും 7 പീരീഡ്സും ആണ് പീരിയോഡിക് ടേബിളിൽ ഉള്ളത്. സോ ദിസ് ഈസ് ദ modern periodic table. According to Moseley's periodic table, the elements are arranged in the increasing order of their atomic numbers and there is 7 periods and 18 groups. 7 periodum 18 groupsum ആണ് അതിലുള്ളത്. And number of elements in the third period. തേർഡ് പീരീഡിൽ എത്രയാണെന്നുള്ളത് പീരീഡ്സ് നോക്കുമ്പോൾ അറിയാം. തേർഡ് പീരീഡിൽ ഏകദേശം 8 elements ആണുള്ളത്. Okay, so total number of groups are 18 groups. So 7 periods and 18 groups. Okay, so in the first chapter we have learned how to write the electronic configuration of elements. Electronic configuration എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. Okay, so in this class we have discussed about the modern periodic table and Mendeleev's periodic table. Mendeleev is known as the father of periodic table and Moseley is known as the father of modern periodic table. Okay, so now we can wind up. Thank you. Assalamu alaikum.